വെനസ്വേലയിൽ നിന്ന് എണ്ണ കൊണ്ടുപോകാൻ ഉപയോഗിച്ച റഷ്യൻ പതാക വഹിച്ച കപ്പൽ അമേരിക്ക പിടികൂടി. മാരിനേറ എന്ന കപ്പലാണ് പിടികൂടിയത്. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ പിന്തുണയോടെയായിരുന്നു നടപടി. കപ്പൽ ഉടൻ തന്നെ വിട്ടുകൊടുക്കണമെന്നും ജീവനക്കാരോട് മാന്യമായി പെരുമാറണമെന്നും റഷ്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അമൃത, ഈ കപ്പലിന് നേരെയുള്ള നടപടി ഉണ്ടായത് ബ്രിട്ടന്റെ കൂടി പിന്തുണയോടെയാണ് എന്നതാണ് ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമായി മാറിയിരിക്കുന്നത്. റഷ്യ താൽക്കാലികമായി രജിസ്ട്രേഷൻ നൽകി, അതായത് റഷ്യൻ പതാക വഹിക്കുന്ന ഒരു കപ്പൽ തന്നെയാണിത്. ഈ കപ്പൽ എണ്ണ കൊണ്ടുപോകുന്നതിന്, വെനിസ്വേലയിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നതിനുള്ള ഒരു കപ്പലാണിത്. ഈ കപ്പൽ റഷ്യയുടെ സമുദ്രപരിധിയിൽ വെല്ലുവിളി നേരിടുന്നു, സമുദ്രപരിധി കടന്ന് എന്നറിഞ്ഞതിനെ തുടർന്ന് റഷ്യയുടെ ഒരു സബ്മറൈൻ അല്ലെങ്കിൽ മുങ്ങിക്കപ്പൽ ഇതിന് പിന്തുണ പോകുന്ന അല്ലെങ്കിൽ സുരക്ഷയായി പോകുന്ന സാഹചര്യമെല്ലാം തന്നെ ഇന്നലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ കപ്പലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഈ പിടികൂടിയിരിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കപ്പൽ പിടികൂടിയത് റോയൽ നേവിയുടെ, ബ്രിട്ടീഷ് റോയൽ നേവിയുടെ പിന്തുണയോടെ അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾ തന്നെയാണ് കപ്പൽ പിടികൂടിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലൊരു നീക്കം നടന്നതിനെ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട് റഷ്യ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് അറിയാവുന്നതാണ്, ഗൗരവമേറിയ ഒരു സാഹചര്യം വെനിസ്വേലയിലെ സംഭവവികാസങ്ങളെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. വെനിസ്വേലയിൽ നിന്നും അമേരിക്കയുടെ സംവിധാനങ്ങൾ, അമേരിക്കയുടെ അതീശത്വ സ്വഭാവമുള്ള സംവിധാനങ്ങൾ പിന്മാറണമെന്നും അതുപോലെ തന്നെ നിക്കോളസ് മഡൂറോയെ ഉൾപ്പെടെ തിരിച്ചയക്കണം അല്ലെങ്കിൽ മോചിപ്പിക്കണമെന്ന ആവശ്യം കൃത്യമായി മുന്നോട്ട് ആദ്യം തന്നെ വെച്ച രാജ്യമാണ് റഷ്യ. അതുപോലെ തന്നെ ചൈനയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കപ്പൽ ഉടൻ വിട്ടുകൊടുക്കണമെന്നും ജീവനക്കാരോട് മാന്യമായി പെരുമാറണമെന്ന കൃത്യമായ നിലപാടും റഷ്യ അറിയിക്കുക കൂടി ചെയ്തതോടെ സംഘർഷം റഷ്യ തലത്തിലേക്ക് കടന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത് വലിയ വെല്ലുവിളികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പൽ പിടികൂടിയിരിക്കുകയാണ് എന്ന ഒരു യാഥാർത്ഥ്യം. അമേരിക്ക പിടികൂടി വെച്ചിരിക്കുന്ന കപ്പലാണിത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വെനസ്വേലയിൽ നിന്നും എണ്ണ കടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കപ്പലുകളെല്ലാം തന്നെ സർവീസ് നടത്തുന്നത്. അല്ലെങ്കിൽ ഈ ഷേഡോ ഫ്ലീറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാങ്കേതികമായി മർച്ചന്റ് നേവിയിൽ പറയുന്ന ഷേഡോ ഫ്ലീറ്റ് എന്ന് പറയുന്ന കൃത്യമായ ഉടമസ്ഥാവകാശം, ശാശ്വതമായ ഉടമസ്ഥാവകാശം ഇല്ലാത്തതും താൽക്കാലികമായ ഉടമസ്ഥാവകാശം ഉള്ളതുമൊക്കെയായുള്ള ചില കപ്പലുകളുണ്ട്, കപ്പൽ സർവീസുകളുണ്ട്. അതാത് രാജ്യങ്ങളുടെ പതാക വഹിക്കുന്ന കപ്പൽ കൂടിയാണ്. വെനസ്വേലയിൽ നിന്നും എണ്ണ കടത്തുന്നതിന് വേണ്ടി റഷ്യയുടെ പതാക വഹിച്ചു വന്ന കപ്പലിനെ കൃത്യമായും പിടികൂടി എന്നുള്ളത് വലിയൊരു വിഷയത്തിലേക്ക്, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഉടൻ കപ്പൽ വിട്ടുകൊടുക്കണമെന്ന ഒരു ആവശ്യമാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാത്രമല്ല, റഷ്യ തന്നെയാണ് ഇത് താൽക്കാലിക രജിസ്ട്രേഷനുള്ള കപ്പലാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ഉടൻ വേണമെന്ന നിലപാട് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ജീവനക്കാരോട് മാന്യമായി പെരുമാറണമെന്ന കൃത്യമായ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. സംഭവം ഒരു സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് പ്രതീക്ഷയോടെ പല വിദഗ്ധരും വിരൽ ചൂണ്ടുന്നതെങ്കിൽ കൂടി ഇത് പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ സമാന രീതിയിലുള്ള നടപടി റഷ്യയുടെ ഭാഗത്ത് നിന്ന് കപ്പൽ മോചിപ്പിക്കാനുണ്ടായാൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും. ഈ ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയായാലും കപ്പൽ പിടികൂടിയിട്ടുണ്ട് എന്നത് ഗൗരവമേറിയ ഒരു വിഷയമായി തന്നെ പരിണമിക്കുകയാണ്. ശരി ഐസൺ, ഐസണാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.